ഉക്രൈനിലേക്ക് യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈന്യമോ? അതും പാശ്ചാത്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വൈറ്റ് ഹൗസിൽ ഇങ്ങനെ ഒരു മോഹം പ്രകടിപ്പിച്ചപ്പോൾ അത് കേട്ട് ചിരിച്ചത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. മറ്റുള്ളവരുടെ യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വിദേശകാര്യ നയത്തെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അംഗീകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തങ്ങളുടെ യുദ്ധങ്ങൾ ചെയ്യാൻ ഇന്ത്യക്കാരെ കൂലിപ്പട്ടാളമായി ഉപയോഗിക്കാമെന്ന പാശ്ചാത്യരുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ന്യൂയോർക്ക് ടൈംസ് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള മാഗി ഹാബർമാൻ, ജോണതൻ സ്വാൻ എന്നിവർ രചിച്ച റെജീം ചേഞ്ച് ഇൻസൈഡ് ദി ഇംപീരിയൽ പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന പുതിയ പുസ്തകത്തിലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ. ട്രംപ് അധികാരമേറ്റ് 10-ാം നാൾ ജനുവരി 30-ന് ഓവൽ ഓഫീസിൽ വെച്ചാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ സുപ്രധാന യോഗം നടന്നത്. ട്രംപിനും വാൻസിനും ഒപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, സ്റ്റീഫൻ മില്ലർ തുടങ്ങിയവരായിരുന്നു യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഉക്രൈനിൽ വെടിനിർത്തൽ നിരീക്ഷിക്കാൻ ഫ്രാൻസ്, ബ്രിട്ടൻ, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സേനയെ വിന്യസിക്കാനായിരുന്നു ആദ്യ നിർദ്ദേശം. എന്നാൽ നാറ്റോ രാജ്യങ്ങളെ ഇറക്കുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കുമെന്നും അമേരിക്ക യുദ്ധത്തിൽ അകപ്പെടാൻ അത് കാരണമാകുമെന്നും വാൻസ് വാദിച്ചു. യൂറോപ്പിന് പുറത്തു നിന്നുള്ള രാജ്യങ്ങളെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് മൈക്ക് വാൾസ് ഇതിനെ പിന്തുണച്ചു പറഞ്ഞു. തുടർന്നാണ് ഇന്ത്യയോ സൗദി അറേബ്യയോ പോലുള്ള രാജ്യങ്ങളെ സമാധാന സേനയായി അയക്കാമെന്ന് പുതിയ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്തറിയാത്ത വാൻസ് നിർദ്ദേശിച്ചത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ട്രംപ് വെട്ടിത്തുറന്നു പറഞ്ഞു, ഇന്ത്യക്കാർ അത് ചെയ്യില്ല, അങ്ങനെ ഒന്നിന് അവർ പണം നൽകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തനിക്ക് വളരെ നന്നായി അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാർ പണം നൽകില്ല എന്നതിനർത്ഥം ഇന്ത്യക്കാർ പിശുക്കന്മാരാണെന്നല്ല, മറിച്ച് യൂറോപ്പിന്റെ പ്രശ്നങ്ങളിൽ കോടികൾ ഒഴുക്കി നശിപ്പിക്കാൻ ഇന്ത്യ മണ്ടന്മാരല്ല എന്ന ഇന്ത്യയുടെ സാമ്പത്തിക ബുദ്ധിയെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ട്രംപ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഒരു തിരുത്ത് നമുക്ക് ട്രംപിനോട് അങ്ങോട്ട് പറയാനുണ്ട്. പണം ഇങ്ങോട്ട് തന്നാലും ഇന്ത്യൻ സൈന്യത്തെ ഈ പണിക്ക് കിട്ടില്ല. $4 കണ്ടാൽ കണ്ണു മഞ്ഞളിച്ച് പാശ്ചാത്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വന്തം സൈന്യത്തെ കൂലിപ്പട്ടാളമായി വിൽക്കുന്ന പാകിസ്ഥാനെ പോലെ ഗതികെട്ട രാജ്യമല്ല ഇന്ത്യ എന്ന് ട്രംപിന് കൃത്യമായി അറിയാം. അതിലുപരി ഇന്ത്യയുടെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ സ്വാധീനത്തിന് വഴങ്ങി ഇന്ത്യ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. ഇന്ത്യ എന്തെങ്കിലും റഷ്യക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെയാണ് ട്രംപ് മോദിയെ എനിക്ക് നന്നായി അറിയാം എന്ന ഒറ്റ വാക്കിലൂടെ അർത്ഥമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിന് പോലും ഇന്ത്യയെ നിർബന്ധിച്ച് ഒരു സമാധാന ദൗത്യത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കഴിയില്ല എന്നാണ് ഈ സംഭവം അടിവരയിടുന്നത്. അമേരിക്ക പറയുന്നിടത്ത് ഒപ്പിടുന്ന പഴയ ഇന്ത്യ അല്ല ഇത്. വിദേശകാര്യ നയത്തിലെ ഇന്ത്യയുടെ സ്വാശ്രയത്വം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. അമേരിക്കയെ പോലും ഇന്ത്യയെ തങ്ങളുടെ കളിപ്പാവയാക്കാമെന്ന് കരുതുന്ന പാശ്ചാത്യ ലോകത്തിനുള്ള ഏറ്റവും മികച്ച മറുപടിയാണത്.